വൈറ്റ് കാസ്റ്റ് ഉണ്ടോ നോക്കൂ, വൈറ്റ് കാസ്റ്റ് ഉണ്ടോ നോക്കൂ. ഇത് ഞാനല്ല, ഒരു പ്രമുഖ യൂട്യൂബറാണ്. കയ്യിലുണ്ടായിരുന്ന എല്ലാ സൺസ്ക്രീനും എടുത്ത് മുഖത്ത് വാരി തേച്ചിട്ട് ഒരുമാതിരി നാഗവല്ലയെ പോലെ നോക്കൂ നോക്കൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടു കഴിഞ്ഞിട്ടേ ഞാൻ ആ യൂട്യൂബറിന്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു, ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എനിക്കിനി അവരെ ഒരിക്കലും ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, യൂട്യൂബർ എന്നേ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല, എങ്കിലും ഞാൻ പറയുവാണ്. ഇത്രയേ ഉള്ളൂ. പ്രമുഖ യൂട്യൂബർ ഒരു സൺസ്ക്രീനിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അവർ അത് അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റ് നന്നായിട്ട് കാണുന്നുണ്ട്. അമ്മയുടെ മുഖത്തും അവരുടെ മുഖത്തും അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കാസ്റ്റ് ശരിക്കും വിസിബിൾ ആണ്. അപ്പോൾ താഴെ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ, വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ എന്ന്. ആ പ്രൊമോഷൻ വീഡിയോയിൽ അവർ ഇങ്ങനെ പറയുന്നുണ്ട്, 0 വൈറ്റ് കാസ്റ്റ് ആണ്, വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന്. എന്നിട്ട് ആളുകൾ മൊത്തം കമന്റ് ചെയ്തു. അതിനെ കുറിച്ചിട്ട് റിയാക്ട് ചെയ്ത് കുറച്ച് പേര് വീഡിയോ ഇട്ടപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട ആളുകൾക്കൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ പറഞ്ഞിട്ട് അത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതായത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആക്കുമല്ലോ, അങ്ങനെ ചെയ്തു. ഓക്കെ, എന്നിട്ട് അവരതിനെ ന്യായീകരിക്കുന്ന കാണണം. പുതിയൊരു ലൈവിൽ വരുന്നു, പുതിയൊരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയിൽ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ആകെ നമുക്കൊക്കെ മനോവിഷമം ഉണ്ടാക്കിയത്. എനിക്ക് റെസ്പെക്റ്റ് പോയത് അവരാ പറഞ്ഞൊരു വേർഡിലാണ്. കുറച്ച് പുതിയ ക്രിയേറ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പുതിയ കുറച്ച് ക്രിയേറ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇവരൊക്കെ ആദ്യം ചെയ്തപ്പോൾ ഇവർ പുതിയതല്ലായിരുന്നു. അല്ലാതെ യൂട്യൂബ് ജനിച്ചപ്പോൾ മുതൽ ഇവർക്ക് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതൊന്നും അല്ലല്ലോ. ആളുകൾക്ക് റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം ഇവരൊരു പബ്ലിക് ആയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. ഇവരൊരു പ്രൈവറ്റ് ആയിട്ടൊരു വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ ഇത് സൺസ്ക്രീൻ നല്ലതാണെന്ന് ഒരു കൂട്ടുകാരിയോട് പറയുന്നു. ഒരു പ്രൈവറ്റ് ആയിട്ട് ഇവർ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആരും റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരും ഇതിനെ ട്രോളാനോ ഒന്നും പോകത്തില്ല. പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ അടക്കമുള്ള ആളുകൾ എന്ത് വീഡിയോ ഇട്ടാലും അത് നമ്മൾ വിമർശനവും നമ്മൾ ഏറ്റുവാങ്ങണം. അല്ലാതെ എപ്പോഴും എല്ലാവരും വന്നിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ, നിങ്ങൾ ഉപയോഗിച്ച സൺസ്ക്രീൻ എല്ലാം, നിങ്ങൾ പറയുന്ന എല്ലാ സൺസ്ക്രീനും നല്ലതാണല്ലോ എന്നൊക്കെയുള്ള തരത്തിൽ എല്ലാവരും പറയണമെന്നില്ല. പിന്നെ ഒരു കാര്യം, ഈ ഒരു 80% ആളുകളും റിവ്യൂ നോക്കാറുണ്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുമ്പോൾ. ഞാൻ അങ്ങനെയാണ്, ഞാനും നോക്കാറുണ്ട്. ഒരു സൺസ്ക്രീൻ മേടിക്കാൻ പോകുമ്പോൾ ഇത് നല്ലതാണോ എന്ന് പറയുമ്പോൾ റിവ്യൂ നോക്കും. അപ്പോൾ നമ്മൾ ഒരു 100% വിശ്വസിച്ചിട്ടാണ് ഈ ഒരു വിശ്വസിച്ചിട്ടാണ് ഇതുപോലെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിശ്വസിച്ചിട്ടാണ് പല പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നത്. അത് മുതലെടുക്കരുത്. പിന്നെ ഒരു ആളുകൾ ഇങ്ങനെ വിമർശിക്കുമ്പോൾ മാന്യമായിട്ട് ആ യൂട്യൂബർക്ക് മറുപടി കൊടുക്കായിരുന്നു. ഓക്കെ, ഞാൻ വൈറ്റ് കാസ്റ്റ് ഉള്ള ഒരു സൺസ്ക്രീൻ, അല്ലെങ്കിൽ ഓക്കെ വൈറ്റ് കാസ്റ്റ് ഇല്ല, ഞാൻ അതൊന്നും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാം, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വൈറ്റ് കാസ്റ്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെ സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ലൈറ്റ് കൊണ്ട് സംഭവിച്ചതായിരിക്കാം, ഒരു സോറി എന്ന് പറയേണ്ട ഒരു കാര്യമുള്ളൂ. അതിനവർ റിയാക്ട് ചെയ്ത് ആ വീഡിയോ കണ്ടപ്പോൾ അതിലവർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇനി അവരെ ഇൻഫ്ലുവൻസർ എന്ന് ഒരിക്കലും വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല, യൂട്യൂബർ എന്ന് തന്നെ പറയുന്നുള്ളൂ. കാരണം അവർ ആ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. കുറച്ച് എന്തൊക്കെയോ സൺസ്ക്രീനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മുഖത്ത് മുഴുവൻ നോക്ക് ഏതോ, അതായത് ശരിക്കും അവർക്കത് ഹേർട്ടായി, അവർ ചെയ്ത തെറ്റാന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈഗോ കൊണ്ട്. എനിക്കിതാണ് മനസ്സിലായത്. ഇനിയിപ്പം അവർ റിപ്പോർട്ട് ചെയ്ത് വീഡിയോ റിമൂവ് ആക്കിയാലും വേണ്ടില്ല, നമ്മൾ ഇങ്ങനെ പറയണം. കാരണം നല്ലത് കണ്ട നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അവർ ഒരുപാട് നല്ല വീഡിയോ ഇടുമ്പോൾ ചേച്ചി നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ വീട് നന്നായിട്ട് നോക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്, കുക്ക് ചെയ്ത് നന്നായിട്ടുണ്ട്, കോവയ്ക്കോ വീഡിയോ നന്നായിട്ടുണ്ട് എന്നൊക്കെ നമ്മളെല്ലാവരും നല്ലത് പറയാറുള്ളതാണ്. അപ്പോൾ വിമർശനങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നിടത്തോളം വിമർശനങ്ങളും ഏറ്റുവാങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിൽ തോന്നുന്നത് എന്താണെന്നുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ഫ്രം ബിഗ് ബോസ് VO മലയാളം.